എല്ലാവരും ചോറൊക്കെ ഉണ്ടോ? ഞങ്ങളിപ്പോൾ ചോറിനാൻ പോവാണ്. എനിക്ക് ചോറൊക്കെ എടുക്കുന്നതിന് മുന്നേ എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ എല്ലാം അടുപ്പയിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതായത് ചില സാധനങ്ങൾ മാത്രമേ ഞാൻ ഗ്യാസിൽ വെക്കാറുള്ളൂ. ഈ വീഡിയോ കണ്ടിട്ട് ഓരോരുത്തർ പറയുന്നു കരി ഇരിക്കുന്നു കലത്തേലെ, അല്ലെ ചട്ടിയൊക്കെ കരി ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. നമ്മൾ അപ്പുറത്തെ അടുപ്പയിൽ വെച്ച് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇപ്പുറം എടുത്തുകൊണ്ട് വെക്കുന്നത്. ചില്ല് പാത്രത്തൊക്കെ വിളമ്പിക്കൊണ്ട് മേശപ്പുറത്ത് വെച്ചിട്ട് ഉണ്ണാനാണെങ്കിൽ നമുക്ക് ഹോട്ടലിൽ നിന്ന് പോയി ചെന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് ചില്ല് പാത്രത്തിൽ വെച്ച് ഉണ്ടാക്കിയ പോലെ. ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് ഞാൻ എല്ലാവരും കാണിക്കാൻ കാണിക്കുന്നതും. അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഒത്തിരി മക്കളുണ്ട്. ഒത്തിരി പേര് എന്നോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ചിലവരൊക്കെ പറയുന്നു അവർക്ക് ഇത് കണ്ടിട്ട് അറുപ്പ് വരുന്നു, അല്ല അവർക്ക് കരി വരുന്നു. അവരൊക്കെ ജനിച്ചതും ഒക്കെ ഇവിടെ ഒന്നും ആയിരിക്കില്ല, വെളിയിലൊക്കെ ആയിരിക്കും, ലണ്ടനിലോ ദുബായിലോ ഒക്കെ ആയിരിക്കും ജനിച്ചത്. എന്തിനാ അങ്ങനെ പൊങ്ങച്ചം കാണിക്കുന്നത്? എനിക്ക് പൊങ്ങച്ചം കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ചോറെടുക്കാൻ പോലും വീട്ടിൽ ചെയ്യുന്നതും വെക്കുന്നതും എല്ലാം നല്ല വൃത്തിക്ക് തന്നെ, ഒരു ഇതുമില്ലാതെ ഞാൻ വെക്കുന്നത്. അത് എന്നെ അറിയാവുന്നവരും എൻ്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചിട്ടുള്ളവർക്കും അറിയാം. സംശയമുള്ളവർക്ക് എപ്പോൾ വന്നാലും ഇവിടെ ആഹാരമുണ്ട്. എന്താ വെച്ചാൽ ഞങ്ങൾ ഒരു ദിവസം വെക്കുന്നത് വൈകിട്ടത്തേനും കൂട്ടിയാണെന്ന് പറഞ്ഞാലും ഉച്ചയ്ക്ക് എത്ര പേര് വന്നാലും ചോറിനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പം ചോറെടുക്കുവാണ്. ചോറെടുത്തു. ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ ഞാൻ മീന്, അതായത് ഒരു മണുങ്ങുമീൻ എന്നാണ് അതിൻ്റെ പേര് പറഞ്ഞത്. അതായത് പിന്നെ ഞാൻ മത്തി തേങ്ങ അരച്ച് കറി വെച്ചു. ഞങ്ങളുടെ ഇവിടെയൊക്കെ മത്തി തേങ്ങ അരച്ച് കറി വെക്കുമ്പോൾ മഞ്ഞ കളറാണ്. ഞങ്ങൾ മുളക് പൊടി ചേർക്കാറില്ല. പച്ചമുളകും കീറിയിട്ട് തേങ്ങയും ഉള്ളി ഇഞ്ചി എല്ലാം കൂടെ നല്ല ഇതായിട്ട് കറി പൊട്ടിച്ചെടുക്കുന്നതാണ് ഞങ്ങളുടെ മത്തിക്കറി. ഓരോരുത്തരൊക്കെ പറയുന്നത് അതിനകത്തോട് കാശ്മീരിയുടെ മല്ലിപ്പൊടി ഇടാനൊക്കെ. കാശ്മീരി ഇട്ട് ഞങ്ങൾ അടിപൊളി മീൻകറി വെക്കും. അതിന്റെ ചുമന്നിരിക്കുന്ന മീൻകറിയാണ്. അതിനിങ്ങനെ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റുമോ? മണങ്ങും മീൻ പറ്റിച്ചത് കണ്ടോ, അതിന് ആ കളറിനായിട്ട് വന്നു. ഇത് കണ്ടോ, ഇന്ന് ഞങ്ങളിത് പറ്റിക്കുമായിരുന്നു ചെയ്തത്. അത് വെച്ചു. പിന്നെ വെച്ചെന്ന് പറഞ്ഞാൽ രാവിലെ എന്നെ ഉണ്ടാക്കുന്ന ഇങ്ങനെ ചിന്തിച്ച് നിന്നപ്പോഴത്തേനും ഞാൻ പുറയിലോട്ട് ഇറങ്ങി ചെന്നപ്പോൾ ഒരു കപ്പളങ്ങ നിന്നു. അന്ന് ആ കപ്പളങ്ങ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് ഒന്ന് മെഴുക്കുവരട്ടി വെക്കാന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ തോരൻ തേങ്ങാടെ വില അറിയാമല്ലോ, ഭയങ്കര വിലയല്ലേ. എന്നാൽ ഇന്നും മെഴുക്കുവരട്ടി വെച്ചേക്കത്തല്ലേ. അത് ചീനച്ചട്ടി കണ്ടിട്ട് കുറ്റം പറയല്ലേ. ഈ ചീനച്ചട്ടിയൊക്കെ ഒരു 4-8 വർഷമൊക്കെ ആയിക്കാണ് മേടിച്ചിട്ട്. ചീനച്ചട്ടി നല്ല വൃത്തിക്ക് കഴുകുന്ന ചീനച്ചട്ടിയാണ്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. കുറ്റം പറയാൻ കണ്ടുപിടിക്കുന്നവർ കുറ്റം പറയും. പക്ഷെ എനിക്കത് വിഷമമൊന്നുമില്ല. എല്ലാ മക്കളൊന്നും എന്നെ കുറ്റം പറയാറില്ല. ചിലവരൊക്കെ അയ്യോ അതെന്നെ അങ്ങനെ ഇരിക്കുന്നേ, ഇതെന്നെ എങ്ങനെ ഇരിക്കുന്നതൊക്കെ ചോദിക്കും. നമുക്ക് ഒരുപാട്, അതായത് ഞാൻ വലിയ പണക്കാരിയോ കാശുകാരിയോ ഒന്നുമില്ല. ഞാൻ വേറെ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു അമ്മയാണ്. എന്നാൽ എനിക്ക് എൻ്റെ പരിമിതി അനുസരിച്ച് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് കണ്ടിഷ്ടപ്പെടുന്നവർ കണ്ടിഷ്ടപ്പെട്ടാൽ മതിയെന്നേ. പിന്നെ അതേന്നെ പപ്പടത്തിന് വലിയ വിലയൊന്നും ഇല്ലെന്നൊന്നും കരുതണ്ട. ഒരു പാക്കറ്റ് പപ്പടം വേണം ₹25 കൊടുക്കണം. വേണ്ട, ഇന്നൊരു പാക്കറ്റ് പപ്പടത്തിന് ഒരു പപ്പടം, പിന്നെ തൈര്. ഇന്ന് ഇത്രയൊക്കെ കറിയുള്ളൂ. മീന്, കപ്പളങ്ങ, പപ്പടം, തൈര്. അച്ചാറൊക്കെ ഇരിപ്പുണ്ട്. അത് വേണമെങ്കിൽ എടുത്താൽ മതിയല്ലോ. എല്ലാവർക്കും ഞാൻ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ അല്ലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് എല്ലാവരും അതിന് പറയണം മറുപടി. അന്ന് പറഞ്ഞിട്ട് എന്നെ വിഷമിക്കുന്ന രീതിയിലൊന്നും ആരും പറഞ്ഞേക്കല്ലേ. ഇന്ന് ചോറും വലിയ കറിയൊന്നുമില്ല എങ്കിലും ഉണ്ട്. ഇന്നലത്തെ ഇച്ചിരി കറിയൊക്കെ ഇരിപ്പുണ്ട്. അത് കാണിക്കുമ്പോൾ ചോദിക്കും ഇന്നലത്തെ കറിയാണോ? അങ്ങനെ അത് ഞങ്ങൾ മാറ്റി വെച്ചു. ഞങ്ങൾ കൂട്ടും ഇന്നലത്തെ കറി. അതുകൊണ്ട് എല്ലാവരും നമുക്ക് ചോറുണ്ണ ഓടി വായോ മക്കളെ.